90 വയസ്സായ സ്ത്രീയെ ഒരു 19കാരൻ ബ്രൂട്ടൽ റേപ്പ് ചെയ്ത് അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ്. ഈ സംഭവം കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. തമിഴ്നാട്ടിൽ റാണിപ്പെട്ടെ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലാണെങ്കിൽ 90 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട്. ഈ സ്ത്രീയുടെ പേരും കാര്യങ്ങളും നോക്കുന്ന സമയത്താണ് നമുക്ക് എവിടെയും വിശേഷിക്കപ്പെടുന്നത് കാണാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് റാണിയമ്മ എന്ന് വിശേഷിപ്പിക്കാം. ഈ റാണിയമ്മക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തതൊരു ആൺകുഞ്ഞും അതുപോലെ തന്നെ ഇളയതൊരു പെൺകുട്ടിയുമാണ്. മൂത്ത കുട്ടിക്കാണ് ചിലതായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കിടപ്പിലാണ്. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ചെന്നൈയിൽ IT കമ്പനിയിലാണ് പണിയും കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ റാണിയമ്മയും അതുപോലെ തന്നെ ഈ മൂത്ത കുട്ടിയും അതുപോലത്തെ റാണിയമ്മയുടെ പേരക്കുട്ടിയുമാണ് ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റാണിയമ്മയുടെ പേരക്കുട്ടിയാണെങ്കിൽ മാസാവസാനം ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും. അതായത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്താൻ വേണ്ടിയായിരുന്നു ഈ പേരക്കുട്ടിയെ ആ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല വീട്ടിൽ മുഴുവനായി CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. 15 ഏക്കറോളം നീളമുള്ള ഒരു തോട്ടവും കാര്യങ്ങളുമാണ് ഇവരത്. അതിൽ തന്നെ ഇറങ്ങിയെടുക്കുന്ന ഒരു വീടും കാര്യങ്ങളുമാണ് ഇവരത്. മാസാവസാനം ഇത്തരത്തിൽ തന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇത്തരത്തിൽ തന്നെ ഈ പേരക്കുട്ടി പുറത്തോട്ട് പോവുകയും ചെയ്യും. തൊട്ടടുത്തൊന്നും വീടും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഇവരെ 15 ഏക്കർ തോട്ടത്തിൻ്റെ അകത്താണ് ഇത്തരത്തിൽ തന്നെ വീടും കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് വീടും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുകയുമില്ല. അങ്ങനെ ഇരിക്കെ മെയ് മാസം 3-ാം തീയതിയാണ് ഈ മുത്തശ്ശിയുടെ പക്കൽ പറഞ്ഞതിന് ശേഷം ഈ പേരക്കുട്ടി വീട്ടിലോട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ വേവിക്കാൻ വേണ്ടി വൈകുന്നേരം 5 മണിക്ക് പോവുകയും ചെയ്തു. 5 മണിക്ക് പോയ സമയത്താണെങ്കിൽ ഒരു 19കാരനായ പയ്യൻ കുറച്ച് സമയം കഴിയുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിലോട്ട് വരികയും ചെയ്തു. വീട്ടിലോട്ട് വന്നതിന് ശേഷം ഈ സ്ത്രീയുടെ പക്കൽ ചോദിക്കുകയാണ് കുറച്ച് വെള്ളം തരാമോ എന്ന്. ഈ 90 വയസ്സായ സ്ത്രീയാണെങ്കിൽ പിന്നീട് അകത്തോട്ട് കയറി വന്നതിന് ശേഷം ക്ലാസിൻ്റെ അകത്താണെങ്കിൽ ഇവനിക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസ് വലിച്ചെറിയുകയാണ്. ഈ ഗ്ലാസ് വലിച്ചെറിഞ്ഞതിന് ശേഷം ഈ 90 വയസ്സായ സ്ത്രീയെ ഇവൻ കയറി പിടിക്കാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ സ്ത്രീ വേക്കോട്ട് പോയതിന് ശേഷം അവിടെ മലന്നടിച്ച് വീഴുകയാണ്. മലന്നടിച്ച് വീണ ഈ സ്ത്രീയുടെ കാലിൻ്റെ അകത്താണെങ്കിൽ ഈ 19കാരനായ പയ്യൻ പിടിച്ചതിന് ശേഷം പിന്നീട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. ഈ 19കാരൻ്റെ പേര് നന്ദകുമാർ എന്നായിരുന്നു. ഈ നന്ദകുമാർ ആണെങ്കിൽ ഈ 90 വയസ്സുള്ള സ്ത്രീയെ പിന്നീട് കാലിൽ പിടിച്ച് വേച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ വൈകുന്നേരം 6 മണിയായ സമയത്താണെങ്കിൽ പിന്നീട് ഈ പേരക്കുട്ടി വീട്ടിലോട്ട് വന്നതിന് ശേഷം ഈ മുത്തശ്ശിയുടെ പേരും കാര്യങ്ങളും വിളിച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കുകയാണ്. ഈ 90 വയസ്സായ സ്ത്രീയെ അവിടെ എവിടെയും തന്നെ പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് വീട്ടിൽ മുഴുവൻ അന്വേഷിച്ചതിന് ശേഷം പിന്നീട് ഇവളാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങി തപ്പാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അവിടെയെല്ലാം തപ്പിക്കൊണ്ട് തന്നെ ഈ പേരക്കുട്ടി നടക്കുകയും ചെയ്യുകയാണ്. പിന്നീട് വീടിൻ്റെ അപ്പുറത്ത് മാറി 150 മീറ്റർ മാറിക്കൊണ്ട് തന്നെ ഒരു കുറ്റിക്കാടിനകത്താണെങ്കിൽ ദേഹത്തൊന്നും ഡ്രസ്സില്ലാതെ അതിദാരുണമായി ഈ 90 വയസ്സായ സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിൽ പിന്നീട് ഈ മകൾ കാണുകയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ ഇവളെ അമ്മേനും വിളിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പോലീസുകാരെയും വിളിച്ച് പറയുകയും ചെയ്തു. പോലീസുകാർ ആ സ്ഥലത്തെത്തിയതിന് ശേഷം പിന്നീടാണ് ഈ ശരീരം നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു. ആ വീട്ടിൽ CCTV കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ CCTV കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോഴാണ് ആ CCTVൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ നന്ദകുമാറിനെ പെടുന്നത്. ഈ നന്ദകുമാറിനെ പിന്നീട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മെയ് മാസം 3-ാം തീയതി ഇവരെ വീട്ടിൻ്റെ ബേക്കിലുള്ള കുളത്തിലാണെങ്കിൽ ഇവൻ്റെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് തന്നെ മദ്യപിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവർ പല സമയങ്ങളിലായിട്ട് ആ സ്ഥലത്ത് മദ്യപിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേ സമയം ഇവൻ്റെ സുഹൃത്തുക്കളെല്ലാം മദ്യപിച്ച് പോവുകയും ചെയ്തു. മദ്യപിച്ച് പോയ ഇവനാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് കറങ്ങി കളിച്ചതിന് ശേഷം പിന്നീട് ഈ വീട്ടിലോട്ട് നേരെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി പോയതിന് ശേഷം ഈ സ്ത്രീയുടെ പക്കൽ വെള്ളം ചോദിക്കുകയും ചെയ്തു. ഈ 90 വയസ്സായ സ്ത്രീയാണ് വെള്ളം ഇവനിക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ഈ 90 വയസ്സായ സ്ത്രീയെ പിന്നീട് ഇവൻ തട്ടിയിടുകയും പിന്നീട് ഈ സ്ത്രീയുടെ കാലിൽ വലിച്ചുകൊണ്ട് തന്നെ പിന്നീട് വീടിൻ്റെ അപ്പുറത്ത് 150 മീറ്റർ മാറിക്കൊണ്ട് തന്നെ കുറ്റിക്കാട്ടിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ഈ സ്ത്രീയെ അതിദാരുണമായി വേദനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നീട് ഈ സ്ത്രീയുടെ ദേഹത്തുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ബ്രൂട്ടൽ റേപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ സ്ത്രീയുടെ കഴുത്ത് നിരിച്ച് കൊലപാതകം ചെയ്യുകയാണ്. കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് നേരെ വീട്ടിലോട്ട് വന്നതിന് ശേഷം മോഷ്ടിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പിന്നീട് ഇവർക്ക് അവിടെ നിന്നും നല്ല രീതിയിലുള്ള സാധനം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ സുഖമില്ലാത്ത മകനെ ഇവൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരുന്നു CCTV കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവനാണെങ്കിൽ CCTV തകർക്കുകയും ചെയ്തു. ഈ CCTV തകർക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് CCTVൻ്റെ അകത്താണ് റെക്കോർഡും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നീട് ഇവനെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് നല്ല രീതിയിൽ തന്നെ പിന്നീട് കേസ് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം ഇവൻക്കൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.